എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു പുഴുക്ക് തയ്യാറാക്കാം. പുഴുക്ക് തയ്യാറാക്കുന്നതിന് ഒരു ചെറിയ കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണമേ എടുത്തിട്ടുള്ളൂ. ഇത് ഒരുപാടുള്ളത് കൊണ്ട് അരിഞ്ഞു കൂട്ടി വരുമ്പോഴത്തേക്ക് ഒരുപാടാകും, അതുകൊണ്ടെല്ലാം കുറേശ്ശേ എടുത്തിട്ടുള്ളൂ. ഒരു കഷ്ണം കപ്പ, പിന്നെ കിഴങ്ങ്, ഇതാണ് ചെറിയ കിഴങ്ങ്, ഒരു കഷ്ണം കാച്ചിൽ, 5-6 കൂർക്ക, ഒരു ചെറിയ കഷ്ണം ഏത്തക്കായ, ഒരു ചേമ്പ്. ഇത് ഞങ്ങളുടെ അയ്യത്തുനിന്ന് പറിച്ച വെട്ടിയേമ്പാണ്. ഇത്രയും വലിയൊരു ചേമ്പ് കിട്ടിയിട്ടുണ്ട്. ഇത്ര എടുക്കത്തില്ല, കുറച്ചേ എടുക്കത്തുള്ളൂ. ഇനി ഇതെല്ലാം തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. പച്ചക്കറികളെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഓരോന്നും ഈ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ഒന്ന് കൊത്തി കൊത്തി ഇട്ടാലും മതി. ഇനി നമുക്ക് കാച്ചിലിന് വേവ് കുറവായതുകൊണ്ട് കുറച്ച് വലുതായിട്ട് നമുക്ക് കണ്ടിച്ചിടണം, അല്ലെങ്കിൽ കാച്ചിലങ്ങ് വെന്ത് കലങ്ങി പോകും, മറ്റുള്ളതൊന്നും വെന്ത് വരത്തുമില്ല. ഇനി മധുരക്കിഴങ്ങൊക്കെ എളുപ്പം വെച്ചു. കിഴങ്ങും എളുപ്പം വെന്ത് പോകും, അതുകൊണ്ട് സ്വല്പം വലുതായിട്ടാണ് കിഴങ്ങും അരിയുന്നത്. ചേന കൊത്തിയിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ പച്ചക്കറിയും ഒന്ന് അരിഞ്ഞുകൊണ്ട് വരട്ടെ. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു. ഏത്തക്ക ഈ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് കഴുകി അടുപ്പത്തോട്ട് വേവുന്നതിനായിട്ട് വെക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവുന്നതിനായിട്ട് ഒരു ചട്ടിയിലോട്ട് ഇടാം. ചട്ടി വേണമെന്ന് നിർബന്ധമില്ല. ഞാൻ എല്ലാ കൂട്ടാനും മീനാണെങ്കിൽ മീൻ ചട്ടിയിൽ വെക്കും, പച്ചക്കറി ആണെങ്കിൽ ഈ ചട്ടിക്കകത്താണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചട്ടി എടുത്തിരിക്കുന്നത്. ചട്ടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുക്കറിലാണെങ്കിലും ചരുവത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇനി ഇത് വേവുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് സ്വല്പം മുൻപോട്ട് നിൽക്കണം, കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് പുഴുക്ക് തയ്യാറാക്കുന്നത്. അന്നേരം നമ്മൾ സ്വല്പം ഉപ്പ് മുൻപോട്ട് നിൽക്കണം, എന്നാലേ കഷ്ണത്തിലൊക്കെ ഉപ്പാവത്തുള്ളൂ. ഈ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. സ്വല്പം മുളക് പൊടി ഈ സ്പൂണിന് ഒരു 2 സ്പൂണുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം കഷ്ണത്തിനൊക്കെ ഒന്ന് മഞ്ഞളും മുളകിൻ്റെയും കളർ വരികയും ചെയ്യും, ആവശ്യത്തിനുള്ള എരി കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ള വെള്ളം നമുക്ക് ഊറ്റിക്കളയുകയും ചെയ്യാം. ഇനി ഇത് വേവുന്നതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തു. നമുക്കിനി ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നികക്കി ഒഴിക്കണേ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തുറന്നു വെച്ച് വേവിക്കാം, കാരണം നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് വെള്ളമെല്ലാം വെളിയിൽ പോകും. അതൊരു പാത്രത്തിനൊരു വൃത്തികേടാ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ ഒരു 3/4 തേങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു മുറിയും പിന്നെ ഒരു മുറിയുടെ പകുതിയും കൂടെ. പിന്നീട് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇപ്പം കിട്ടുന്ന വെളുത്തുള്ളിയുണ്ട്, ചക്കക്കുരുവിൻ്റെ വലിപ്പമുള്ള വലിയ വെളുത്തുള്ളിയാണ്, പൊളിക്കാൻ എളുപ്പമാണ്. ഇച്ചിരി കൂടിയാലും കറിക്ക് ഒരുപാട് അങ്ങ് ഫ്ലേവർ വരത്തില്ല വെളുത്തുള്ളിയുടെ. പിന്നെ ജീരകം, കുറച്ച് ജീരകം,
കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി. കാന്താരി മുളകും പച്ചമുളകും ഇഷ്ടമല്ലാത്തവർക്ക് മുളക് പൊടി ചേർത്ത് തയ്യാറാക്കാം. പിന്നീട് കറിവേപ്പില. ഇത് തോരന് ചതയ്ക്കുന്നത് പോലെ നമുക്കൊന്ന് ചതച്ച് അരപ്പ് തയ്യാറാക്കി വെക്കാം. അപ്പോഴത്തേക്ക് ഇത് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് തയ്യാറാക്കാം. നമ്മുടെ കഷ്ണമെല്ലാം നന്നായിട്ട് വെന്തു. ഇത് വെന്തോന്ന് അറിയാനായിട്ട് നമുക്ക് പോർക്കിട്ട് കിട്ടും. നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് വെന്തിട്ടുണ്ടല്ല. ഇനി നമുക്കിതങ്ങ് ഈ വെള്ളം അങ്ങ് ഊറ്റിക്കണം. വെള്ളം ഊറ്റിക്കൊണ്ട് വരട്ടെ. നമ്മൾ വെള്ളമെല്ലാം ഊറ്റി, പക്ഷെ അടിയിൽ സ്വല്പം വെള്ളം വെച്ചിട്ടുണ്ട്. അതിനി അരപ്പ് വേവണം. ഇതെല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കുന്ന ഉടനെ ഒന്ന് ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അധികം ലൂസാവുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്നാലും ഒരു യോജിപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് സ്വല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിനകത്ത് തേങ്ങയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കണമായിരുന്നു. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അതുകൊണ്ട് സ്വല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് വേണം അരപ്പ് തയ്യാറാക്കാനായിട്ട്. ഈ അരപ്പ് ഇതിലോട്ടിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ അരപ്പ് വേവുന്നതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. തേങ്ങ അരപ്പിട്ടതും വെന്തു. ഇനി ഇതൊന്ന് നമുക്ക് ഉടച്ചെടുക്കാം. ഇത് ഇറക്കി വെച്ച് നമുക്ക് സ്മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് സ്മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, കഷ്ണത്തിനൊക്കെ മുളക് പൊടിയുടെ കളറുണ്ട്. എന്നാൽ മുളക് പൊടിയുടെ കളർ ചുവപ്പ് കളർ വന്നിട്ടുമില്ല. എന്നാൽ ഒരു നല്ല ഭംഗിയുള്ള കളറാണ് പുഴുങ്ങിന്. അതുകൊണ്ടാണ് വെള്ളത്തിൽ മുളക് പൊടിയും മഞ്ഞളും ഇട്ട് വേവിച്ച് ഊറ്റിയെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചുകൊണ്ട് വരട്ടെ. പുഴുക്ക് നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ നടുവിലൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെക്കാം. നമുക്ക് ഈ കുഴിയിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എന്നിട്ട് ഈ പുഴുക്ക് വെച്ച് ഈ വെളിച്ചെണ്ണ ഒഴിച്ച കുഴി അങ്ങ് അടച്ചു വെക്കാം. അപ്പോഴേ വെളിച്ചെണ്ണയുടെ എല്ലാ മണവും ഈ മൊത്തം പുഴുക്കിനകത്ത് വരും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് വിളമ്പിയെടുക്കാം. ഞങ്ങളിന്ന് ഈ പുഴുക്കിൻ്റെ കൂടെ അയലക്കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. കടുമാങ്ങായും ഉണ്ട്. അത് രണ്ടും ചേർത്താണ് ഇന്ന് ഈ പുഴുക്ക് കഴിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വിളമ്പുമ്പം കാണാം. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പുഴുക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി നമ്മുടെ വെളിച്ചെണ്ണയുടെ ഒക്കെ മണം തുറന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്ത് നമുക്ക് പാത്രത്തിലോട്ട് എങ്ങനെയാണ് വിളമ്പുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു പുഴുക്കാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇതുണ്ടാക്കാനും പറ്റും. കാരണം മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇനി നമുക്ക് മീൻ കൂട്ടാനായിട്ട് വിളമ്പാം. ഇനി നമുക്ക് കടുമാങ്ങ വിളമ്പാം. കടുമാങ്ങയും വിളമ്പി. ഇത് കഴിഞ്ഞ വർഷം ഇട്ട് വെച്ചിരുന്ന മാങ്ങ കൂട്ടാനാണ്. കടുമാങ്ങയാണ്. തീരാറായി. ഇനിയിപ്പോൾ സീസണൊക്കെ ആയി വരുവാണല്ലോ. ഇത് നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.